എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ വീട്ടിലും ഇങ്ങനെ ഒരാളുണ്ട്. തുടരും സിനിമയിലെ ലിറിക് വീഡിയോയുടെ പോസ്റ്റർ പുറത്ത്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് തുടരും. ചിത്രത്തിലെ കൺമണി പൂവേ എന്ന തുടങ്ങുന്ന പാട്ടിന്റെ ലിറിക് വീഡിയോയുടെ പോസ്റ്റർ പുറത്തിറങ്ങി. സിനിമയിലെ ആദ്യ ഗാനം ഫെബ്രുവരി 21 നാളെ പുറത്തു വരുന്നതായിരിക്കും. ജെയ്ക്സ് ബിജോയ് ഈണം പകർന്ന ഗാനം പാടിയിരിക്കുന്നത് MG ശ്രീകുമാറാണ്. ഈ പാട്ടിന്റെ പ്രൊമോ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നമ്മുടെയൊക്കെ വീട്ടിലുമുണ്ട് ഇങ്ങനെ ഒരാൾ എന്ന കുറിപ്പോടു കൂടിയാണ് സംവിധായകൻ തരുൺമൂർത്തി തന്റെ ഫേസ്ബുക്ക് പോസ്റ്ററിലൂടെ പങ്കുവച്ചിരുന്നത്. ഇന്നലെ പുറത്തു വന്ന തുടരും സിനിമയുടെ പോസ്റ്ററിൽ പഴുത്ത ചക്ക മുറിച്ച് മടിയിൽ വെച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ലാലേട്ടന്റെ കഥാപാത്രവും ചിത്രത്തിലെ നായികയായി അഭിനയിക്കുന്ന ശോഭനയുടെ കഥാപാത്രവും അതോടൊപ്പം സിനിമയിലെ മറ്റു പ്രധാനപ്പെട്ട 4 കഥാപാത്രങ്ങളുമാണ് പോസ്റ്ററിലുള്ളത്. ഗ്രാമീണ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രമാണ് തുടരും എന്ന് വീണ്ടും വ്യക്തമാക്കുന്ന പോസ്റ്ററാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്. മലയാള സിനിമയിലെ ഹിറ്റ് കോംബോകളായ ലാലേട്ടനും MG ശ്രീകുമാറും വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകത ചിത്രത്തിനുണ്ട്. BK ഹരിഹരനാണ് പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ M രഞ്ജിത്താണ് സിനിമ നിർമ്മിക്കുന്നത്. വളരെ കാലത്തിന് ശേഷം ലാലേട്ടൻ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് ചിത്രത്തിൽ എത്തുന്നത്. ഷൺമുഖം എന്ന കഥാപാത്രമാണ് അദ്ദേഹത്തിന്റെ ഈ ചിത്രത്തിലെ പേര്. അതോടൊപ്പം മലയാളത്തിലെ എവർഗ്രീൻ കോംബോയായ ലാലേട്ടൻ ശോഭന കോംബോ വീണ്ടും ഒന്നിക്കുന്ന ചിത്രം. അങ്ങനെ ഒട്ടനവധി പ്രത്യേകതയുള്ള ചിത്രം കൂടിയാണ് തുടരും. അപ്പോൾ നാളെ പുറത്തിറങ്ങാൻ പോകുന്ന ലാലേട്ടൻ MG ശ്രീകുമാർ ഒന്നിക്കുന്ന തുടരുമെന്ന സിനിമയുടെ പാട്ടിന് വേണ്ടി ആരൊക്കെയാണ് കാത്തിരിക്കുന്നതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം.